ഇത് ഒരു അടിപൊളി വൺ പോട്ട് റെസിപ്പി മാത്രമല്ല, ഇത് ഒരു കിടിലൻ ലഞ്ച് ബോക്സ് റെസിപ്പിയും കൂടെയാണ്. എല്ലാ സ്കൂൾസും റീഓപ്പൺ ആയിട്ടുണ്ട്. ഈ റെസിപ്പി എന്തായാലും ഒന്ന് സേവ് ചെയ്ത് വെച്ചോ. 1 കപ്പ് പൊന്നിയരി, 1/2 കപ്പ് തോരമ്പരുപ്പ് നന്നായിട്ട് വാഷ് ചെയ്ത് നമുക്കൊരു അരമണിക്കൂർ കുതിർത്ത് വയ്ക്കാം. 1 ടീസ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ സാദാ ജീരകം ഒന്ന് റോസ്റ്റ് ചെയ്ത് പൗഡറാക്കി മാറ്റി വയ്ക്കാം. പ്രഷർ കുക്കറിൽ എണ്ണയും നെയ്യും ഒരുമിച്ച് ചൂടാക്കി കടുക്, അതിൻ്റെ കൂടെ തന്നെ ഉണക്കമുളക്, കടലപ്പരപ്പും ഉഴുന്നപ്പരപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പിന്നെ 2 കീറിയ പച്ചമുളക് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ട് കറിവേപ്പിലയും നമുക്ക് പീൽ ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി എല്ലാം കൂടി നല്ല സോത്തേ ചെയ്തിട്ട് ഞാൻ ഒരു മീഡിയം സൈസ് തക്കാളി ചെറിയ ക്യൂബായിട്ട് ഞാൻ കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം അതും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിനാവശ്യമുള്ള കല്ലുപ്പും ലേശം മഞ്ഞൾപ്പൊടി, വറുത്ത് പൊടിച്ച കുരുമുളകും സാദാ ജീരകത്തിൻ്റെ പൊടിയും പിന്നെ കായപ്പൊടി ലേശം മതി. അരിയും പരിപ്പും നമ്മൾ 1.5 ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഡബിൾ, അതായത് 3 ഗ്ലാസ് അളവ് വെള്ളം ഒഴിച്ച് നമുക്ക് പ്രഷർ കുക്കറിനകത്ത് ഒഴിച്ച് കൊടുക്കാം. സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരിയും പരിപ്പും ആവശ്യമായ മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി. അടച്ചു വെച്ച് ഹൈ ഹീറ്റിനകത്ത് 3 വിസിൽ. 3 വിസിലിന് ശേഷം പ്രഷർ തന്നെ പോയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊന്ന് കുക്കർ ഓപ്പൺ ചെയ്യാം. ഇതിനകത്ത് ഞാൻ കുറച്ചും കൂടി നെയ്യ് ചേർക്കുന്നുണ്ട്. ചോപ്പ് ചെയ്ത മല്ലിയിലയും കൂടി ഇടാൻ പോവാണ്. ഇപ്പോൾ ഇതൊന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് കുഴഞ്ഞിരിക്കും. അത്രേ ഉള്ളൂ, കിടിലൻ അരിസി പരിപ്പ് സാദം റെഡിയാണ്. ഈ റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്യുന്നത്. പിന്നെ ഞാൻ എപ്പോഴും പറഞ്ഞത് തന്നെയാണ്, എവരിബഡി ക്യാൻ കുക്ക് ആൻഡ് എവരിബഡി ഹാസ് ടു കുക്ക്.